വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇനി രാവിലെ എണീച്ച് പണികളൊക്കെ തുടങ്ങിയാണ് അല്ലേ? നേരത്തെ എണീപ്പിച്ചത് വേറെ ഒന്നല്ല, അവളുടെ ലൈഫിൽ നല്ലൊരു കാര്യം. അപ്പൊ ആദ്യം ഒരു കാര്യം പറയട്ടെ. ആദ്യം ഇവരുടെ വീഡിയോയിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലം മേടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ആൾക്കാർ എന്താ പറഞ്ഞു, എന്തിനാ അങ്ങനെ ഡ്രാമ കാണിക്കേണ്ട ആവശ്യം? അതുപോലെ ശ്രീധനാണെന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്താ ഭാഗം തന്നതാണെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്ത്രീധനമായിട്ടുമല്ല ഭാഗമായിട്ടല്ല കൊടുത്തത്. ഞങ്ങൾ പുറമെ ആർക്ക് വിൽക്കണു അതേപോലെയാണ് അവർക്കും ഞങ്ങൾ വിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങളോട് അത് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനുള്ളിരിക്കുന്നില്ല അതന്നെ. അപ്പോൾ നമ്മളോട് ഇപ്പം അങ്ങനെ സാധിക്കുള്ളൂ. നമ്മളെ അവസ്ഥ ഇപ്പോൾ പൊന്നൂനായാലും ഷെബിക്കായാലും എല്ലാവർക്കും ഷെബി വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അവസ്ഥ എല്ലാവർക്കും ആയാലും അറിയാം, അപ്പോൾ അവർക്കറിയാം. അപ്പോൾ നമ്മൾ പുറമെ ഇത് ഡ്രാമയും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. പൊന്നു തന്നെയാണ് നമ്മുടെ ബേക്കിൽ നിന്ന് ഒരു എത്ര സെൻറ്റ് സ്ഥലം എടുക്കണമെന്ന് കറക്റ്റായിട്ടില്ല. ഇപ്പം എന്താ അളവെടുക്കാൻ ആധാരം എഴുതുന്ന ആളുണ്ടല്ലോ, അളവെടുക്കുന്ന ആൾ. അപ്പോൾ ആളെ എൻ്റെ അച്ഛന് ഷെബി പോയി കേട്ടോ. അപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് നേരത്തെ എനിക്ക് വീട്ടിൽ ലൈഫിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിലെ സ്ഥലം മേടിക്കുക, മക്കളുണ്ടാവുക, സ്ഥലം മേടിക്കുക, വീട് കെട്ടുക എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പം അതിൽ മക്കൾ മോടും പൊന്നു കൊടുത്തിനെ കൊടുത്തിട്ടുണ്ട്. ദൈവങ്ങൾക്ക് ഒരു ചക്കര പെണ്ണിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ അവൾക്ക് സ്ഥലം മേടിക്കുക, അതിൽ വീട് കിട്ടുക, അത് അവളുടെ സ്വപ്നമല്ലേ. അപ്പം അവർക്ക് പറഞ്ഞു, അവർക്ക് ഈ ഏരിയയിൽ എന്നെ സ്ഥലം മേടിക്കാനാണ് ഇഷ്ടം. അവർ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അപ്പുറത്തിൻ്റെ ആയാലും ആരുടെ ആയാലും അവർ മേടിക്കുന്നു. അല്ല ഇനിയിപ്പോൾ ആൾക്കാരേക്ക് ഞങ്ങൾ മരുവനെ ഇവിടെ പിടിച്ച് കെട്ടിയിടാൻ വേണ്ടിയിട്ട് ചെയ്താലാണോ അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ അവരുടെ മേത്ത് വെച്ച് കെട്ടണതല്ല, അവരുടെ താല്പര്യമാണ്. അവര് എന്നും അവർ പൊന്നു എന്നും പറയണ കാര്യം, അമ്മ അച്ഛൻ സ്ഥലം വിൽക്കണില്ലെങ്കിലും ഞങ്ങൾ അപ്പുറത്തുനിന്നായാലും വിൽക്കണമെങ്കിൽ അവരുടേതായാലും ഞങ്ങൾ സ്ഥലം മേടിക്കും. ഈ ഒരു വഴിയിൽ ഒരു സ്ഥലം മേടിക്കും എന്നുള്ളത് അവർക്ക്. അവളുടെ വേറെ ഒന്നുമല്ല. അവൾ പറഞ്ഞു ഞാൻ വർക്കിന് കാര്യങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ മോള് സുരക്ഷിതമായിരിക്കണമെങ്കിൽ അത് അമ്മയുടെ കൈകളിലാണ്. എനിക്ക് വർക്കിന് പോയി നേരം വൈകി എത്തുക. അപ്പോൾ എൻ്റെ മോള് സ്കൂൾ വിട്ട് വരുമ്പോഴും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവൾ കാത്തൂൻ്റെ സേഫാണ് ആലോചിക്കുന്നത് അല്ലേ? കാത്തൂന്റെ സേഫാണ് പൊന്നു ആലോചിക്കുന്നത്. കാത്തു പെൺകുട്ടിന്നല്ല, പെണ്ണായാലും മക്കള് സേഫായിട്ടിരിക്കണം. അപ്പൊ അവള് പറഞ്ഞ അമ്മ അത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. അവള് പഠിക്കാൻ പോകണം. ഇപ്പോഴാണെങ്കിൽ പിന്നെ നീനാട്ടിച്ച് വണ്ടിയിലാണ് എത്തി പോകാനൊക്കാം. പിന്നെ അവള് പഠിക്കാൻ പോകുമ്പോൾ പഠിക്കുമ്പോൾ ഒന്നും നടക്കില്ല. അവർക്ക് ജോലി ചെയ്യാണ്ട് ഇവിടെ നോക്കാനും പറ്റില്ല. അപ്പോൾ അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മയ്ക്ക് ജോലിക്ക് പോകണം. കാത്താണെങ്കിൽ സേഫായിട്ട് എവിടെ ഇരിക്കണം? അമ്മാമ്മയുടെ കുട്ടിയായിട്ട് ഇരിക്കണം, അമ്മാമ്മയുടെ പൊന്നായിട്ട് ഇരിക്കണം. അപ്പൊ മാമന്റെയും മേമയുടെയും കൂടെ അവളങ്ങോട്ട് വളരും. മൂന്നാളും കൂടിയിട്ട് അങ്ങോട്ട് വളർട്ടെ. നിൽക്കുകയാണ് ഒരുമിച്ച് കളിച്ച് ചിരിച്ച് കൂടെ പത്തോളം എന്തെങ്കിലും വളർട്ടെ അല്ലേ? കാറ്റു അവർ സെറ്റായിട്ട് വളരട്ടെ. അപ്പോൾ ഞങ്ങൾ ഡ്രാമയും കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ കാത്തുമൂക്ക് അങ്ങനെ സ്വന്തമായിട്ട് സ്ഥലമാവാൻ പോവാണ്. കാത്തുമോള് പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പൊന്നിനോട് പറയും, കുഞ്ഞോ നീ ഇവിടെ വീട് വെച്ചോ, കുഞ്ഞ് അവിടെ വീട് വെച്ചോ. ഞാൻ എപ്പോഴും പറയണായിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് നിങ്ങൾ രണ്ടാളും അച്ഛനോട് ഞാൻ സ്ഥലം നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ എഴുതിയാലും എന്നിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടായാലും ഓരോ വീട് വെച്ച് അമ്മയുടെ കൂടെ നിന്നത് എന്ന് കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞ. പക്ഷെ കല്യാണം കഴിഞ്ഞു, അതിന് മാറ്റം ഇപ്പൊ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഒന്നും കുട്ടിക്കാലത്ത് പറഞ്ഞിട്ട് ഇപ്പൊ പറയും അമ്മയുടെ മക്കൾ അമ്മയുടെ അടുത്ത് തന്നെ വേണം എന്നുള്ളത്. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പൊ ഞങ്ങളെ ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങള് സ്ഥലം വിൽക്കാറ്. അപ്പൊ പുറമുകാർക്ക് വിൽക്കണേക്കാൾ എത്ര ആൾക്ക് വിശേഷം വില്ലകളൊക്കെ നോക്കണേക്കാൻ പോലെ വിശേഷം കാര്യങ്ങളൊന്നും വിശേഷമൊക്കെ ആയി ഉണ്ണിയൊക്കെ ആയപ്പോഴാണ് കൂടുതൽ ആൾക്ക് ഇവിടെ അടുത്ത് വേണം. അപ്പൊ ഇനി അതിന് കാരണം നീ വീണ്ടും അമ്മയെ ബുദ്ധിമുട്ടിക്കാനാണോ, കുട്ടീനെ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാനാണോ? അതെന്തായാലും ഇനി വരും. നമ്മുടെ മക്കളെ നോക്കണം നമുക്കൊരു ബുദ്ധിമുട്ടാണോ? മക്കള് ബുദ്ധിമുട്ടായിട്ട് കാണുന്ന കടല കഴിക്കാൻ പറ്റില്ലതാ.
ഞങ്ങൾ കാർട്ടൂണൊക്കെ കേട്ട് ശീലമായി, കാരണം പേടിക്കൊന്നുമില്ല. അപ്പം എന്താ പറയാന്ന്, അപ്പം മക്കളെ നോക്കണതും മക്കൾ ഭാരമായിട്ട് കാണുന്ന പേരൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഇപ്പോഴും ഉണ്ട്. പക്ഷേ മക്കളെ ഇഷ്ടം കൊണ്ട് നോക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത് ഒരിക്കലും അങ്ങനെ കമൻറ്റ് കൊണ്ട് വരണ്ട. എനിക്ക് എൻ്റെ കാർട്ടൂണ് നോക്കാന്ന് അതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ആരോഗ്യം ആയുസ്സും ദൈവം തരികയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ ഞാൻ നോക്കിക്കൊണ്ട് എന്നോട് പറ്റുന്ന പോലെ അവർ സേഫായിട്ട് അച്ചാച്ചരി അമ്മാമ്മയുടെ മോളായിട്ട് ഇങ്ങനെ വളരട്ടെ അങ്ങോട്ട്. അമ്മാമ്മയുടെ മുന്നില്ലേ അച്ചാച്ചോടെ വർത്തമാനം പറയാം അല്ലേ? അച്ചാച്ച വർത്തമാനം പറയാൻ തുടങ്ങി അവൾ ഇങ്ങനെ വായ അട്ടക്കില്ല. അച്ചാച്ചയുടെ വർത്തമാനം പറയാൻ തുടങ്ങിയ കാറ്റ് കാറ്റെവിടെ കാറ്റെവിടെ കാത്തമ്മയാണോ? അത് കാത്തമ്മയാണോ? കാത്തമ്മയാണോ? ആണോ? അമ്മ മോള് മയച്ചാളെന്ന്. അപ്പം അമ്മ മോള് ദൈവത്തെ പോയി വിളിച്ചിട്ട് വാ. രണ്ടാളിപ്പോൾ വരും രാമേഷേട്ടൻ, രണ്ടാള് സെറ്റായിട്ട് വാ. ദൈവത്തെ വിളിച്ചിട്ട് വാ. സാമിനെ കുളിക്ക് നല്ല പോലെ വെള്ളത്തിൽ വേഗം വീട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അവളുടെ ലൈഫിൽ അവൾ ആ ഒരു ഘട്ടത്തിൽ കൂടി സത്യം പറഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കുന്ന നിമിഷമായിട്ടാണ്. എന്താ വെച്ചാൽ എൻ്റെ മോളൊപ്പം പഠിച്ചവരായാലും, ഞാൻ വീണ്ടും പറയട്ടോ, പഠിച്ചവരായാലും യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ മോളെ ചവിട്ടി കാലിൻ്റെ ഇട്ട് അരച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ല, അവിടെ എവിടെ എത്തില്ല, അവൾ അടക്കളക്കാരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു തമാശ സിനിമയിലെ ഡയലോഗ് പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിട്ടിട്ട് കയറി കുറേ ആൾക്കാർ മേഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ എന്തൊക്കെ തമാശകൾ പറയണം അത് അതിൻ്റെ രൂപത്തിലെടുക്കാണ്ട് അത് കയറി മേഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവളെ വെച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. എന്താ വെച്ചാൽ അവളുടെ കുട്ടിയുടെ 90 അവളുടെ കുട്ടിയുടെ ഫങ്ഷൻ അവളായിട്ട് നടത്തുന്നു, അവളും അവനും കൂടി നടത്തും. അപ്പോൾ അത് അവരെ ഏജിൽ അവർ രണ്ടാളും നടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ല. അവർ രണ്ടാളും ചെറിയ പ്രായങ്ങളാണ്. അപ്പോൾ അവരാണ് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തി ചെയ്യുക, ഓരോ ഘട്ടങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലം വിളിക്കുന്ന കാര്യങ്ങളും ഇത് ഓഫ് ചെയ്തിട്ടാലേ നമ്മളെ പട്ടിണി വന്നു, അതുകൊണ്ടാണ് ഓഫ് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി ഞാൻ അധികം പറഞ്ഞിട്ട് എന്തായാലും വെറുപ്പിക്കണില്ല. എന്തായാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് പോണത്. നമ്മുടെ മക്കളുടെ ഓരോ വളർച്ചകളാണല്ലേ, ഓരോ തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ പഠിച്ച് വലിയ റാങ്ക് മേടിച്ച് വലിയ ജോലി, അത് നല്ലൊരു സന്തോഷം, വേറൊരു സന്തോഷം. അല്ലെങ്കിൽ അവളുടെ കഴിവിനനുസരിച്ച് അവളെ പഠിച്ച് അവൾക്ക് എന്താണ് താല്പര്യം അതിലവൾ വിജയിച്ചു വരിക, അത് വേറൊരു സന്തോഷം. അതിന്ന് അവൾ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക, അതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് പൊന്നിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നതോ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ അത് അവരുടേതായ അവർ പൊന്നൊക്കെ ഇത്ര മെച്യൂരിറ്റി ആയത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അയ്യോ ഇവരുടെ വേണ്ട, അയ്യോ ഇവരുടെ വേണ്ട, ഞാൻ എടുക്കാൻ പോകുമ്പോൾ ഈ ഡയലോഗ് കേട്ടിട്ടേ ഇപ്പോൾ അവൾക്ക് വിലയൊക്കെ ഭയങ്കര കണിശക്കാരിയായിട്ടാണ് എടുക്കുന്നത്. എന്താ കേട്ടോ, അവളുടെ ലൈഫല്ലേ, അവൾ കുഞ്ഞി അവൾ ഓരോ ഘട്ടങ്ങൾ അവൾ അങ്ങനെ. പക്ഷെ ഉണ്ണിക്ക് എടുക്കണേലൊന്നും അവളൊരു പിശുക്കും കാണിക്കുന്നില്ല, ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ അവൾ ഭംഗി പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ഒരു ഫംഗ്ഷൻ വരികയാണ്, എന്നോണ്ട് പറ്റണത് ഞാൻ അവരുടെ കൊടുത്തു, നമ്മുടെ ഇതാണുള്ളത്. പിന്നെ അവരതിൻ്റെ കൂടെ കൂട്ടി അവരും 2 കൂട്ടും കൂട്ടിയിട്ടാണ് ഗോൾഡ് എടുത്തു. അപ്പോൾ അത് ഒരു സന്തോഷം. ഞാൻ പറഞ്ഞു ഇപ്പം അമ്മടിയിലില്ല, അമ്മടിയിൽ വന്ന് അമ്മ കാത്തൂനായിരുന്നു എനിക്കാരും അമ്മ തരും, ഇപ്പം അമ്മോട് പറ്റില്ല, അമ്മോട് ഇപ്പത്തേക്ക് പറ്റണോട്ട് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇടാനുള്ളത്, അല്ലാണ്ട് ഒരാൾ കൊടുന്ന് തരും അല്ലെങ്കിൽ മറ്റാൾ തരും. നമ്മൾ ഈ ഫംഗ്ഷനിൽ എനിക്ക് നമ്മുടെ സന്തോഷം കൊണ്ട് എല്ലാവർക്കും നേരെ ഫുഡ് കൊടുക്കുക, കാർത്തൂൻ്റെ ഒരു ഫംഗ്ഷൻ അത്ര നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വേണം, ഇവിടെ നിന്ന് ഇങ്ങനെ വേണം, ഇവിടെ നിന്ന് കിട്ടണം, ആ ഒരു ചിന്താഗതിയോ കാര്യങ്ങളോ ഞങ്ങളുടെ മനസ്സില്ല. അവൾക്ക് എന്താ ഇടാൻ, കാർത്തു ഡെയിലി യൂസ് ചെയ്യാൻ കാർത്തൂന് എന്താ വേണ്ടത് അത് കാർത്തൂനുണ്ട്. ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ ചിന്തിച്ച ഒരു വള, ഒരു കൈച്ചേരി, ഒരു കഴുത്തിലേക്ക്, ഒരു കാലുമിക്ക്, ഒരു അരയ്ക്ക്, ഒരു കമ്മൽ, ഇതാണ് കാർത്തൂന് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതിനപ്പുറം ഷെബിക്ക് ഒരു വളയും കൂടി വേണം, അവൻ്റെ മോൾക്ക് ഒരു 2 വള എടുക്കണമെന്നാണ് ഷെബിയുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്നാൽ അച്ഛൻ്റെ ആഗ്രഹമല്ല. ഞാൻ കുണുക്കരെ പ്രസവിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു, ഒരു വള, ഒരു കൈച്ചെയ്യ്, ഒരു മാല, ഒരു കാൽമിക, ഒരു താള, അരയ്ക്ക്, അങ്ങനെ കുണക്കന്മാർ പ്രതീക്ഷിച്ചു. അതേപോലെ കാർത്തൂൻ്റെ ഞങ്ങൾ വിചാരിച്ചതാണ്.
ഞങ്ങൾ ആരുടേന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല, ആരുടേന്ന് ഒന്നുമില്ല. ദൈവം അവർക്ക് ദേഹത്തിടാനുള്ളത് എന്താ അത് എടുക്കുക, അത്ര തന്നെ ഞാനും കുഞ്ഞും ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് തന്നെ പറഞ്ഞു നടക്കുന്നത്. ഇപ്പം നാളെ കുഞ്ഞിൻ്റെ കല്യാണമായാലും അവൾക്ക് നണ്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കും, അത് മതി. അല്ലാണ്ട് അവർ തരേണ്ടത് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തത് അവിടെ കിടക്കേണ്ടത് അതും കിടക്കട്ടെ, ഒന്നിനോട് ആഗ്രഹമില്ല. ഒന്നും വേണ്ട, കൊടുത്തതും വേണ്ട, മേടിച്ചതും വേണ്ട, ഇനി എക്സ്ട്രാ തരുന്ന ഒന്നിനോട് ആഗ്രഹമില്ല. ഞങ്ങളോട് സാമ്പത്തികത്തിനോട് എന്താ സാധിക്കണം അത് അറിഞ്ഞു വരുന്ന ഒരു ഫാമിലിക്കാണ് ഞാൻ ഇപ്പോൾ കുഞ്ഞിനെ മനസ്സിലാക്കി കുഞ്ഞിനെ അറിഞ്ഞു വരുന്ന ഒരു ഫാമിലി. ഞങ്ങളുടെ 10 സാധനം ഒരു ഫാമിലിക്ക് എത്തിച്ചെടുക്കാനാണ് ആഗ്രഹം. ആണ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇനി നല്ല ബന്ധത്തിന് കാരണം നിങ്ങളുടെ അറിവിലാരെല്ലാം ഉണ്ടെങ്കിൽ പറയുക. നമ്മളെന്തായാലും കുഞ്ഞിനെ കല്യാണം അയച്ചു കൊടുക്കാം കേട്ടോ. അതൊരു വേറൊരു കാര്യം. എന്തായാലും നല്ലൊരു ബന്ധത്തിന് കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു കൊല്ലം ലാസ്റ്റോടുകൂടി നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം ഇതാക്കും. അപ്പോൾ ഇനി അതിന് നെഗറ്റീവ് കാര്യങ്ങൾ വരും, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണല്ലേ. അപ്പം നമ്മുടെ താല്പര്യമാണ് നമ്മൾ പറയണത്. അമ്മ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ സേഫ് ആവണം. അപ്പോൾ പഠിക്കണമെങ്കിൽ ഇനി ഇഷ്ടം പോലെ കാരണം നമ്മൾക്ക് പഠിക്കണം, നമ്മൾ ഇന്ന സ്ഥലം വരെ എത്തണം, നമ്മൾ ലക്ഷ്യം ഇതാണ്, നമ്മൾ എത്തിയിരിക്കും. അതിന് കല്യാണവും മക്കളും ഒന്നും തടസ്സമല്ല, മനസ്സിലായി. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അങ്ങനെ ചിന്തിക്കേണ്ട ഒരാളാട്ടെ ഞാൻ. അപ്പോൾ നമ്മുടെ സ്ഥലം അടക്കണ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാട്ടോ. അങ്ങനെ ഇന്നത്തെ രാവിലെ പണിയോടത് പതിവ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നും നാളികേരം അന്വേട്ടനാണ് ചെരുകേരാറിട്ടാ. അപ്പോൾ അന്വേട്ടൻ എന്തോ ബിസി ആയിരുന്നു പുറത്തപ്പോൾ ഞാൻ അന്വേട്ടനെ വെയിറ്റ് ചെയ്തതിന് ഞാനിങ്ങനെ നാളികേരം ചെരുകെടുത്തുട്ടാ. അപ്പോൾ പുട്ടും കടലക്കറിയായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോഴേക്കും എൻ്റെ ഒരു കുഞ്ഞിനെ എന്തൊക്കെയോ കൊടുന്ന് കാട്ടി തരും, അത് ഞാനിത് നോക്കട്ടെ. ഇവർ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ ഇതൊന്ന് കണ്ട് പിടിച്ച് അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഓരോ ദിവസത്തെ പണികളും കാര്യങ്ങളൊക്കെ നടന്നു പോട്ടെ. അങ്ങനെ നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇത് നമ്മളെ കടലൊക്കെ തലേദിവസം കുതിർത്ത് രാവിലെ എഴുതി ഉപ്പിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ കടല വേവിക്കുമ്പോൾ ഇപ്പോൾ ഉപ്പിട്ടിട്ട് വേവിക്കട്ടെ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഉപ്പിട്ട് വേവിച്ച കുക്കറിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, നാളികേരം, പെരിഞ്ചീരകം, വെളുത്തുള്ളി ഇട്ടു, കുറച്ച് കറി മസാല ഇട്ടു കേട്ടോ. കറി മസാല പൊടിച്ചത് നമ്മുടെ വീട്ടിൽ പൊടിച്ചത് കുറച്ചിട്ടു. നന്നായിട്ടൊരു പുളിയുറുമ്പിൻ്റെ നിറം പോലെ നമ്മളത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കത് വറവൊക്കെ ആയോട് കൂടിയിട്ട് ഞാൻ എനിക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ സാദാ മുളകും പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു കേട്ടോ. അതൊക്കെ ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാറിയാലും നമുക്ക് അരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ചൂടാറാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. ആ നേരം കൊണ്ട് അതേ പിള്ളേർക്ക് അരിപ്പുട്ടാണ് വേണ്ടിയിട്ട്. അപ്പോൾ അവർ അരിപ്പുട്ടിനുള്ളത് ഞാൻ കുഴച്ച് വെച്ചു. പിന്നെ ഗോതമ്പ് പൊടി എനിക്കറിയാം ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഗോതമ്പ് പുട്ടിനുള്ളതും കുഴച്ച് വെച്ചിട്ട് അത് കുഴച്ച് രണ്ടും മാറ്റി വെച്ചു. കുക്കർ ഒഴിഞ്ഞിട്ടാണ് പുട്ടുണ്ടാക്കുക. അപ്പോൾ കുക്കറിലത്തെ നമ്മൾ ചട്ടിയിലേക്ക് കടല ഇട്ടു, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് അത് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോണത് ചുവന്നുള്ളിയും ഒരു 4-5 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചതും, ഒരു സബോളയും അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ കടലയിലേക്ക്. അപ്പോൾ അതൊക്കെ നന്നാക്കി കഴുകി വെച്ചു. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ ചതച്ചു, ഒരു ചെറിയ സബോള ഇങ്ങനെ കട്ടാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മുടെ കടലയിൽ ഇട്ടു കേട്ടോ. എന്നിട്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കേട്ടോ. അപ്പോൾ അത് ഏകദേശം തിളയൊക്കെ വന്നു. അപ്പോഴേക്കും നമ്മുടെ പുട്ടിനുള്ള കുക്കർ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മൾ അരപ്പൊക്കെ അരച്ച് കൊടുന്നു. ഇത് ആ കടലക്കറിയിൽ ഒഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കടലൊന്നും അരയ്ക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നമ്മുടെ പുട്ടും കടലയ്ക്കുള്ള ഒരു തിക്കുള്ള ഗ്രേവിയുള്ള കറിയാണ് കേട്ടോ. അതിലേക്ക് പിന്നെ എണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലും ഇടാം കേട്ടോ. കറിവേപ്പില ഇല്ലാത്ത 2 തൊട്ട് ഞാൻ കാച്ചെടുത്തു. പിന്നെ പപ്പടം, പുട്ടും കടലും പപ്പടമാണ് രാവിലത്തെ. എന്ന് വെച്ചാൽ കുണുക്കന് പുട്ട് കഴിക്കുമ്പോൾ പപ്പടം വേണം. അപ്പോൾ അതിന് പൊന്നു ഞാൻ പപ്പടം കാച്ചേണ്ട എണ്ണൊക്കെ വെച്ച് പൊന്നിന് ഞാൻ കാച്ചിക്കോളാണ് പൊന്നു കാച്ചെടുത്തിട്ട്. അപ്പോൾ ഞാനിപ്പുറത്ത് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര കിതപ്പുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇൻസുലിൻ എടുക്കുന്നേക്കാളും മുന്നേ ഇൻസുലിൻ എടുത്ത് 1/2 മണിക്കൂർ വേണ്ടി ഭക്ഷണം കഴിക്കാനാണ് വേറെ ഏതൊക്കെ വരുമ്പോൾ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഞാൻ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് ഇൻസുലിൻ എടുക്കണമല്ലോ കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിത് എപ്പോൾ 1/2 മണിക്കൂർ നമുക്ക് കറക്റ്റ് ഇതാക്കി ഇരിക്കാൻ പറ്റില്ലല്ലോ. അതെ അമ്മയുടെ ഷുഗർ നോക്കണത് എടുത്തോന്ന്, പിന്നെ ഷുഗർ നോക്കണത് നല്ല മരുന്നുണ്ട്. നീ കുത്തിക്കോ, കുത്തി പഠിക്കാം നിങ്ങള്. അറിയില്ല ഇന്നലെ ഷെബേട്ട ആദ്യമായിട്ട് കുത്തി തന്നത്. അപ്പൊ നീ കുത്തിയവാ അതിങ്ങനെ കുത്തണം. ഞാൻ കുത്തി കഴിഞ്ഞാൽ വാവ് വരും.
അപ്പോൾ തേച്ചോടുത്ത് കുത്തികളോട്ടാണെങ്കിൽ ഞാൻ കൊല്ലിങ്ങ അങ്ങനെ കുത്തിക്ക എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും നിങ്ങളാ കുത്തി കഴിഞ്ഞിട്ടുണ്ട് പതുക്കെ മുത്തികളോട്ടെ എന്തുണ്ണി വലിച്ച് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല നിങ്ങളെല്ലാം എടുത്ത് നീ കയ്യിളക്കി ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല സീറായിട്ടില്ല കുത്തിക്കോ പ്രാവശ്യം അത്രയല്ല കുത്തിക്കോ കയറ്റി എന്ത് നീ ഇളക്കല്ലേ ഒന്നുകൂടെ അവിടെ കുത്തിക്കോ നീ ഇളക്കല്ലേ കഴിഞ്ഞ മതി എടുക്കുമ്പോ ഒരു ഇതുണ്ട് കേട്ടോ ഒരെണ്ണ മതി ഇതിന് മൂടിച്ച് ഇതില് മരുന്ന് അതിൽ ഓൾറെഡി വരുന്നതാ ഈ ഡോക്ടർ എഴുതിയ മരുന്നാണ് ഇതിലുള്ളത് എത്ര പോയിന്റ് എന്തൊക്കെ 10 പോയിന്റ് ഇൻസുലിന്റെ മരുന്നൊക്കെ ഒന്ന് തന്നെയാ ഇതിപ്പോ ഡോക്ടർ എഴുതിയ സാധനം എടാ അമ്മയ്ക്ക് ഇപ്പോൾ നോക്കണത്തുണ്ടാവും ഞാൻ വരും നമ്മളെ മരുന്നോ മരത്തില്ലേ നോക്കിക്ക് ഈ കൂടെ കഴിഞ്ഞു അതിലല്ല അപ്പം എവിടെ വെച്ച് ഈ ഇപ്പുറത്തേക്ക് നോക്കിക്ക് ഇത് പൊട്ടിക്കാനും അങ്ങനെ ഒരു 5-8 ഗുളിക ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കട്ടോ കഴിക്കല്ല ഭക്ഷണം കഴിച്ചിട്ട് രാവിലത്തെ വെറുവറ്റിലേക്ക് കഴിച്ചു അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് മറന്നു പോകും അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അതിന് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടോ പുട്ടുകടലും പൊന്നിന് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ ആ കാര്യം ഞാൻ കുറച്ച് കുറവത് ഉണ്ടാക്കില്ല പക്ഷേ ഇന്നത്തെ പുട്ടുകടലും എല്ലാ ഷെബിക്കും അങ്ങനെ പുട്ടുകടലിനോട് താല്പര്യമില്ല അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ അവർ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മ പുട്ടുകടലപ്പോൾ എല്ലാവരും ഈ ഒരു കടലക്കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ എളുപ്പമല്ല എത്ര പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്കത് സെറ്റാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി കറിയാണ് അതേപോലെ ഇന്നലത്തെ വീഡിയോ പോലെ തന്നെ രാവിലെ പുട്ടും കടല ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ കഴിക്കുമ്പോഴാണ് ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ കഴിച്ച് കഴിഞ്ഞു 11 മണിയൊക്കെ ആയിട്ട് കഴിച്ച് കഴിഞ്ഞ ശേഷം പിള്ളേരിൻ്റെ ഒക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് അങ്ങനെ നേരെ നമ്മൾ ഓർണമെൻറ്റ്സ് എടുക്കാൻ പൊന്നിൻ്റെ ഒരു മേക്കപ്പുള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് ഓർണമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റന്നാൾക്ക് അപ്പോൾ ഓർണമെൻറ്റ്സ് വേണമെന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് കടന്ന് ഞങ്ങളുടെ സ്റ്റാഫ് ഇന്നും ലീവാണ് അപ്പോൾ ഷോപ്പ് തുറന്നു കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അങ്ങനെ എടുത്ത് തുടങ്ങാൻ പോയി പറഞ്ഞ സമയത്ത് നമുക്ക് ഇത് വിളിച്ചു ചോദിച്ചാൽ എന്നാൽ നമ്മൾ തുടങ്ങണം വിളിച്ചു ചോദിക്കാണ്ട് ആ സമയത്ത് 2-3 കസ്റ്റമർ വന്നിട്ടാണ് അപ്പോൾ പിന്നെ അവർക്കൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ വരുമ്പോൾ 4 മണിയൊക്കെ ആയിട്ടാണ് പിന്നെ നമുക്ക് ഒരു കുട്ടി ഒരു മോഡൽ ഓർണമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് എൻ്റെ വീട്ടിൽ നമ്മൾ സെന്തുമാവിൻ്റെ ഒക്കെ ഇറങ്ങി നമ്മുടെ കാർത്തൂൻ്റെ ഫംഗ്ഷനൊക്കെ ക്ഷണിച്ചിട്ട് വൈശാമിൻ്റെ അവിടെ സെന്തുമാവിൻ്റെ ഒക്കെ പോയിട്ട് ക്ഷണിച്ചിട്ട് പോകുന്നു രണ്ടാളും ഒരു വീട്ടിലുള്ള അതായത് സെന്തുമാമിൻ്റെ അവിടേക്ക് വന്നപ്പോഴാണ് സെന്തുമാമ വൈശാമിൻ്റെ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ക്ഷണിച്ചു ഇപ്പം എത്തുമ്പോൾ സമയം എത്രയും 11:30 രാത്രി 11:30 നേരമാട്ടോ ഞങ്ങളുടെ ചോറ് കിട്ടില്ല ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഇന്ന് ചോറ് കഴിച്ചിരിക്കാൻ വീണ്ടും വേസ്റ്റിൽ പോയിട്ട് നാളെ രാവിലെ വർക്കുണ്ട് അപ്പോൾ അവൾക്ക് വിശപ്പ് എന്നിട്ട് പോകണല്ലോ അപ്പം ഞാൻ ചെയ്തു ഞങ്ങളിന്ന് തൃശ്ശൂർക്ക് പോകണ സമയത്ത് കുന്നാമത്തെ ഒരാൾ കണ്ട ഇങ്ങനെ 1.5 കിലോൻ്റെ ഒരു കെട്ട് മുനേക്കായി പിടിച്ചിറങ്ങുന്നു അപ്പം ഞാൻ തമാശയ്ക്ക് ഞാൻ പറഞ്ഞു അച്ഛനോടും മരുവിനോടും അയാൾ ഞാൻ ഫുള്ള് ഇങ്ങോട്ട് മേടിച്ചോ നല്ല മുനേക്കായ തോന്നുന്നുണ്ട് എന്നാണ് പിന്നെ ഫ്രഷാണ് അപ്പം പൊട്ടിച്ചിട്ട് അയാൾ കടയിലേക്ക് വിൽക്കാൻ പോവുക ഒരാൾ പറഞ്ഞത് മതി പറയാത്ത മതി മരിയെ വിളിച്ച് വരുത്തി വില ഇട്ടു 200 രൂപയ്ക്ക് സാധനം മേടിച്ചു അല്ല ഇവിടെ മുനേക്കായ കുണുക്കനും അന്വേഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ അപ്പം നല്ല എളുപ്പത്തിലൊരു കറിയാട്ടോ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി കാട്ടുന്നത് ഇത് കഴിഞ്ഞാൽ പരിപ്പ് വേവിച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കി മധുരം വേണ്ട അതായത് നെക്സ്റ്റ് ഒന്ന് മേടിച്ചാൽ എന്താ പറയുക എന്തൊക്കെ എന്നിട്ട് പറയാം ബിസ്ക്കറ്റ് കോക്കനട്ട് ബിസ്ക്കറ്റ് ആട്ടോ അത് നല്ല ടേസ്റ്റ് ആട്ടോ
ഭയങ്കര ടേസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഷുഗർ ഇല്ലാതാണ് മേടിച്ച് വെച്ചു. ഇപ്രാവശ്യം ഞാൻ മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ മേടിച്ചു അവിടെ വെച്ചു. അപ്പോൾ ഷെബിന് വിചാരം അമ്മ എനിക്ക് കാശ് തരാൻ വെച്ച് മേടിക്കേണ്ട വെച്ചിട്ട് ഷെബി പറഞ്ഞു അമ്മ എന്താണാവോ അത് മേടിച്ചിട്ട് എടുത്തിട്ട് ഞാൻ സത്യം ഷുഗർ മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. പിന്നെ അത് രണ്ടും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും അത്യാവശ്യം കാശ് ഉണ്ടായിരുന്നു. എന്നിട്ട് മാസം പലചരക്ക് മേടിക്കുന്ന സംഖ്യയും. അപ്പം ഞാൻ പിന്നെ അത് അവിടെ വെച്ചു. പിന്നെ അവർ മേടിച്ചു. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഷുഗർ പേടി പറ്റി. അതായത് ഇത് എങ്ങനെ തിന്നാന്ന് പറയും. ഇത് ആ പൈസയുടെ ഉള്ളിൽ വെച്ചിട്ട് കടിച്ചിരിക്കുക. നെക്സ്റ്റ് ഒന്ന് ഈ 2 സാധനം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കേക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ കഴിച്ചിട്ടില്ല. അമ്മ അച്ഛനെ എപ്പോഴും ഞാൻ അച്ഛനും അമ്മ കഴിക്കുന്നത് നോക്കണ്ട. ഞങ്ങൾ മധുരത്തിൽ നിന്ന് കഴിക്കൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ കഴിക്കട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ല കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നെക്സ്റ്റ് ഒന്ന് ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കോക്കനട്ട് ബിസ്ക്കറ്റ് ഒന്ന് തള്ളി വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ ഒരു കടി അങ്ങനെ ചെയ്യുന്നതിന് മതി. അത് നിങ്ങളുടെ സൗകര്യം പോലെ. ആ മോട്ടർ ഓണൊക്കെ ഓഫ് ചെയ്യാനോ? അപ്പോൾ നമ്മളിങ്ങനെ എളുപ്പത്തിലുള്ള ഒരു മുരിങ്ങക്കായ കറിയാട്ടോ. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മീൻ ഉണക്കിലിരിക്കുന്നുണ്ട്. ഉണക്കലല്ല മാന്തലിരിക്കുന്നുണ്ട്. പച്ചമാന്തൽ അതാ ഫ്രിഡ്ജിലെടുത്ത് കൊണ്ടര ഉണക്കിൽ വറക്കണ്. അതിൻ്റെ ആവശ്യമില്ല. പച്ചമാന്തൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പം ബാക്കി മുരിങ്ങക്കായ ഞാൻ നാടൻ മുരിങ്ങക്കായ എന്ന് വെച്ച് മേടിച്ചു. പക്ഷെ നാടനല്ല നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാവില്ല. ഈ ഒട്ട് ആ ചെയ്യുമ്പോൾ ഉണ്ടായ മുരിങ്ങ അടുത്ത് ആ മുരിങ്ങക്കായ തോന്നുന്നു. നീ കറി വെച്ച് ടേസ്റ്റ് ചെയ്താൽ കറക്റ്റ് ആവട്ടെ. ഇതാ തോന്നുന്നു നമ്മളോട് ഉണ്ടായിരുന്ന പക്ഷെ ഇതാ വെട്ടിയിൽ മുറിക്കിട്ടോ. പിന്നെ വിചാരിച്ചു തമിഴ്നാട്ടിൽ നിന്ന് വിഷം അടിച്ചു എന്നൊന്നര ഏരിയന് വീട്ടിൻ്റെ മുറ്റത്ത് ഒന്നിനെ ആളുടെ വീട്ടിൽ അറിയാം പറമ്പെന്ന് പൊട്ടിച്ചിട്ട് ആള് കുടിക്കാളെ കാശ് ഉണ്ടാക്കാൻ കൊണ്ടാവോ സംശയം. ആൾക്ക് 200 കിട്ടുമ്പോൾ ഹാപ്പി. ആള് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതോടുകൂടി കുറച്ചും കൂടിയാണ് ഒരു 1/2 കിലോമീറ്റർ കൂടി പച്ചക്കറി കടയിലേക്ക് നടക്കണം. അത്രയും നടക്കുന്നു. അതിനപ്പോഴേക്ക് ഞങ്ങൾ റോഡിൽ വെച്ചിട്ട് സൈഡാക്കി അതിൻ്റെ 200 കിലോ മേടിച്ചോട്ടോ. അപ്പം ആളുടെ ഫേസിൽ ഭയങ്കര ഹാപ്പിനെസ് കണ്ടു. അപ്പോൾ ഈ മുരിങ്ങക്കായ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട തക്കാളി കുഞ്ഞ് തക്കാളി കൊണ്ടുവരുമോ? അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ജോലിക്കാർക്കൊക്കെ പോകണ പെട്ടെന്ന്. പക്ഷേ ഒരു ഉണക്കിൽ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഉണക്കിൽ വറുത്തൊരു മീൻ വറുത്തോ ഉണ്ടെങ്കിൽ ഒരു നല്ല മുട്ട ഓംലേറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമായി കറി കൂട്ടി ചോറിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിച്ചു കിട്ടൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു. 2-3 തക്കാളി വേണം. അതുകൊണ്ടൊന്നുമില്ല. ഞങ്ങൾ മുരിങ്ങക്കായ ഒരു 3-4-5 പ്രാവശ്യം കഴിക്കുന്നുണ്ട് കേട്ടോ. കണ്ടടുപ്പം അതേപോലെ നെക്സ്റ്റ് ഒന്ന് മേടിക്കുന്നത് പരിപ്പാട്ട. ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി എല്ലാട്ടോ മേടിക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് ക്വാളിറ്റി മേടിക്കുന്നത്. പക്ഷെ നല്ല പരിപ്പാട്ടാണ്. എന്നിട്ട് കുറച്ചിട്ടാൽ മതി. നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. നല്ല പരിപ്പാണ്. പരിപ്പും കടലൊക്കെ നല്ല ഇനി ബാക്കി പയറൊക്കെ മുതല നല്ലതാട്ടോ. ഇനി ബാക്കിയൊക്കെ പയറൊക്കെ ഞാൻ ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ. കഴിച്ചിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഈ മുരിങ്ങക്കായ ചെറുതാക്കി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കി ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വലിപ്പം അനുസരിച്ചിടാം. ചിലർ മുരിങ്ങക്കായ നന്നായി ചെറുതാക്കി ഉണ്ടോ അങ്ങനത്തെ ഒരു അങ്ങനെ ഇടാം. ഇതിട്ട് കൊടുത്തു. പിന്നെ കത്തിയന്തിൻ്റെ പിന്നെ നമ്മുടെ പുളിക്ക് അനുസരിച്ച് കുറച്ച് തക്കാളി. ചോറൊന്ന് ചിരിക്കട്ടെ. ഞാൻ ചോറൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ രാവിലെ വെച്ചതല്ലേ. തക്കാളി ജസ്റ്റ് ഇങ്ങനെ ചുവന്നുള്ളിയാണ് എനിക്ക് അത്യാവശ്യം. ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചുവന്നുള്ളി പച്ചമുളക് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത്. പക്ഷെ പച്ചമുളക് നല്ല ഫ്രഷ് നമ്മുടെ കയ്യിലില്ല. കുറച്ച് ഉണങ്ങിയതുള്ളത്. എന്നാലും കുഴപ്പമില്ല. എരിവുണ്ടാവും. നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരി പെട്ടെന്ന് എന്നിട്ട് നമ്മുടെ ഈ കറിയിൽ മിളകും പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് എവിടെയും അവിടെ നിന്ന് സംസാരിച്ച് നേരം വൈശുമാമൻ്റെ കുറേ കഥകളൊക്കെ കേട്ടിരുന്ന് സംസാരിച്ചത് നേരം പോയി അറിഞ്ഞില്ല. ഞങ്ങൾ ദേ വന്നു. ആ ഡപ്പെടുത്ത് എൻ്റെ മുളകും പൊടിയുടെ മഞ്ഞപ്പൊടിയുടെ ഡപ്പ കത്തിയുണ്ട്. മുളകും പൊടിയുടെ ഡപ്പ നോക്കി. നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമുള്ളത് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി പരിപ്പ് കൂടുതലായിട്ടാണ്. ഞാൻ കുറച്ച് പരിപ്പിട്ടുള്ളൂ. എന്താ വെച്ചാൽ
നിങ്ങൾക്ക് ഒരു നേരത്തേക്കല്ലേ വേണ്ടോ? ഇത് മതി വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കറിവേപ്പില ആവശ്യമാണ്, പക്ഷേ എൻ്റെ കറിവേപ്പിലില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി, അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. വെന്തതിന് ശേഷം ഞാൻ അത് കാച്ചുന്നത് കാട്ടിത്തരാം. സിമ്പിളായിട്ട് പിന്നെ കാച്ചുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ നമുക്കിത്. അപ്പോൾ ഞാൻ ഇത് ചുവന്നുള്ളിയും പച്ചമുളകും കണ്ടു ഒന്ന് അരിയണവർക്ക് അരിയോ ചതക്കണം. അപ്പോൾ ഒരു പിടി ചുവന്നുള്ളി ഉണ്ട്. പിടി ചുവന്നുള്ളി നമ്മുടെ കറിക്ക് അനുസരിച്ച് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേറെ എരിവിന് വേറെ നമ്മളൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. കുറച്ച് ഉപ്പുപൊടി എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പുപൊടി കയ്യിൽ നിന്ന് പോയി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചോളാം. എൻ്റെ കുറച്ച് വെളിച്ചെണ്ണ, എന്തായാലും ഫ്രഷാണ്, പക്ഷെ നാടനല്ല. ഇൻസുലിൻ 2 കാലുള്ളൂ. ഞാനത് നന്നാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു വേണ്ട, അതെടുത്ത് വറക്കപ്പോ അത് വേണമെങ്കിൽ വറക്കാനും എടുത്ത് ഫ്രിഡ്ജിലേക്ക്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കറി എത്ര പെട്ടെന്നായെന്ന് അറിയാം അല്ലേ? പെട്ടെന്ന് കറി കിട്ടാ. 2 തരി ഉലുവ, മുളക്, പച്ചമുളക്, പിന്നെ നമ്മൾ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ചതച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ട് വേണം. ഒരുപാട് മൊഴിയൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വാടാനേ പാടുള്ളൂ. പച്ചമുളകും ചുവന്നുള്ളിയും ഒന്ന് ജസ്റ്റ് വേണം. ഈ കവറൊന്ന് കാര്യമാക്കിയില്ല, കുറച്ച് എന്തായാലും വെളിച്ചെണ്ണ ആവാൻ തോന്നും. എനിക്ക് വേറെ നമ്മൾ പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി വേണം കേട്ടോ. പക്ഷെ അതില്ലാത്ത കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പച്ചമണം തന്നെ വേണ്ട കേട്ടോ അതിലേക്ക്. അങ്ങനെ നമ്മുടെ കറി റെഡി. കറി കാണാൻ തന്നെ എന്ത് ഭംഗിയെന്ന് നോക്കി, നല്ല ഭംഗിയായിട്ട് ഈ ഒരു കറി കാണാൻ. പിന്നെ നമ്മൾ നാളികേര കലത്ത് ഇത്രയും കൊഴുപ്പ് കിട്ടിയത് കാര്യം തന്നെ നെക്സ്റ്റ് കാലത്തെ പരിപ്പായി കണ്ടിട്ട് ഞാൻ കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ പരിപ്പിന് ഭയങ്കര കൊഴുപ്പാണ്. ഉപ്പൊക്കെ ഉണ്ട്. എരിവുണ്ട്. എരി ചതച്ചിട്ടാണ് വേഗം ഞാൻ അരിഞ്ഞിട്ടിടാറ്. പക്ഷെ എൻ്റെ പച്ചമുളക് കുറച്ച് വാടിയിലേക്കാണ് ഒന്ന് ചതച്ചിട്ട്, പക്ഷെ പെട്ടെന്ന് എരി പിടിച്ചിട്ട്. അപ്പോൾ ചതച്ചിടേക്കും ടേസ്റ്റ് കൂടുതൽ നല്ല രസം കേട്ടോ. നല്ല ചൂട് ചോറിൽ തൊഴിക്കുക, ഒരു മീൻ കടിക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അതായത് നാളികേരം കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഈ കറി കുഴപ്പമൊന്നുമില്ല. ഇത് ലൂസാക്കി ഉണ്ടാക്കണവർക്ക് ലൂസാക്കി ഉണ്ടാക്കാം. ഇത് കട്ടിയായിട്ട് വേണമെങ്കിൽ കട്ടിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ചോറിൽ വെച്ച് കഴിക്കാൻ പറ്റിയ പാട്ടാണ്. എൻ്റെ അമ്മ നല്ല കട്ടിയിലുണ്ടാക്കട്ടെ, ഉപ്പേരി പോലെ ഉണ്ടാക്കുക. നല്ല കട്ടിയിലുണ്ടാക്കട്ടെ എൻ്റെ അമ്മ, ഉപ്പേരി പോലെ. അങ്ങനെ നമ്മുടെ കറി റെഡി. കറി ഓഫ് ചെയ്യാം കേട്ടോ. കാരണം പണി കഴിഞ്ഞു കറിയുടെ കേട്ടോ. ഞാനെല്ലാവരും ഫുഡ് കഴിക്കാനും ഉച്ചത്തെ 1 മണിയല്ല, രാത്രി. പക്ഷേ
നഷ്ടപ്പെട്ടൊന്നും നിങ്ങൾക്ക് ഇത്രയും നേരം ചോറിനെ വെയിറ്റ് ചെയ്തതിന് സത്യം പറയാം കുഞ്ഞൻ വെയിറ്റ് ചെയ്തിട്ടാണ് ആരും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചേട്ടാ ഇത് മിളകിൻ്റെ ഇത് മിളകിൻ്റെ അച്ചാറാട്ടാ നശിച്ചു കഴിച്ചാൽ രസം ഇത് ഫ്രൂട്ട്സിൻ്റെ ചേട്ടാ നാരങ്ങ അച്ചാറ് കുറച്ച് ഞാൻ എടുത്തോളാം ഗ്രേവിയാണ് നല്ല രസമായിട്ട ഗ്രേവി ഇങ്ങനെ നല്ല ചൂടുണ്ട് ചൂടുണ്ട് മതി ഈ കറിയുടെ പാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളിത് എടുത്തു വെക്കാൻ കാരണം ഇതും ചിലവാണ്ടല്ല കുടുക്ക ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ കുടുക്കിന് വേണ്ടിയിട്ട് ഇതേ കുഞ്ഞിൻ്റെ കുറച്ച് ചോറിന് അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാ അല്ലെങ്കിൽ ഈ കറി ഇത് തീരുട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇതും ഒരു മീൻ വറുത്തത് ഉടക്കല ചെറിയൊരു വറുത്തുകൂടി ചോറിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അമ്മ ഇപ്പൊ എന്തായി ഇപ്പൊ അങ്ങനെ ഞങ്ങളുടെ അടുക്കള സമയം എത്രയാണ് ആദ്യം പറഞ്ഞു സമയം നോട്ടെ 2:45 പാതിരാത്രി 2:45 അടുക്കളയില് നല്ലൊരു പണിയുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയതും എനിക്ക് അടിച്ചോരാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവര് പോയപ്പോഴും എന്റെ പണി ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പോയപ്പോഴും കുഞ്ഞിന് വീട് വൃത്തിയാക്കണേക്കാൾ ഉപരി കുണുക്കനും കുണിക്കനും വിരലാക്കിട്ട് പോവാ പിന്നെ മേശയും ഒക്കെ അപ്പൊ മേശ ചില്ല മേശ ഞാൻ ചാവടിച്ചിട്ട് ഞാൻ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല ഞാൻ അപ്പനെ എടുത്ത് വെക്കലും മേശ തുടങ്ങി പിന്നെ ഉണ്ണോള് കഴിച്ച സ്ഥലം ഒക്കെ ഉണങ്ങിയിരിക്കും അപ്പൊ സോപ്പിട്ട ചില്ല മേശ ഭയങ്കര പണിയാ സോപ്പിട്ട് കഴുതിഞ്ഞ് മേശ മേടിക്കണ ചില്ലിന്റെ മേശ ആരും മേടിക്കുക അതല്ല ഇന്നാളെ ഞാൻ ഒരു കമന്റ് കണ്ട് ഇവിടെ എന്താ അമ്മേനെ മാത്രം കുഞ്ഞെന്തൊന്നും ചെയ്യാത്തത് കുഞ്ഞിന്റെ ലൈഫ് എടുക്കുള്ളൂ ഞാൻ എന്റെ ലൈഫ് മാത്രമല്ല അപ്പൊ ഞാൻ ചെയ്യുന്ന പണികൾ മാത്രം നിങ്ങൾ കാഴ്ച കാണുള്ളൂ പക്ഷെ ഈ വീട്ടിൽ ഈ ഒരു പണി മാത്രമല്ല നിങ്ങളാഴ്ച വീട്ടിൽ അടിച്ചോടക്കലും പിന്നെ ഉന്നോടുള്ള വീട് അങ്ങനെ എപ്പോഴും ഇതിപ്പോ ഹാള് ഞാൻ കാണിച്ചു തരാട്ടാ രാവിലെ ഇതൊക്കെ വൃത്തിയാക്കണം ഇന്ന് ഇപ്പൊ 2 വട്ടം ഞാൻ പഠിച്ചൊരു കഴിഞ്ഞത് ഇപ്പൊ 2 പ്രാവശ്യം അടിച്ചു അതിന്നിപ്പോ വീട്ടിലധികം ഇല്ലാതാണ് അല്ലെങ്കിൽ ഇതിനും കൂടുതലായി പഠിച്ചു കഴിഞ്ഞു മേശയൊക്കെ ഇപ്പൊ കുണിക്ക് ചോറുണ്ടിട്ട് മേശയുടെ അടി മൊത്തം ചോറ് എന്താ വെച്ചാൽ അവള് ഇങ്ങനെ ഉണ്ണു ഇങ്ങനെ എടുക്കുമ്പോ പ്ലേറ്റിൽ നിന്നൊക്കെ താഴ്ത്തിക്കും അവൾ കടയിൽ ഒറ്റയ്ക്ക് ഉണ്ണുകയ്ക്കും വേണം പിന്നെ നമ്മൾ ഒഴിച്ച കറികളൊക്കെ മേശമ്മ പോയിട്ട് ആകെ ഉണങ്ങി പിടിച്ചിരിക്കും പിന്നെ പറയുന്നത് മേശ മേടിക്കണോട് ചില്ലിന്റെ മേശ ഞാനും മേടിക്കരുത് ആരും ഏറ്റവും ഞാൻ നിങ്ങളോട് പറയാം ചില്ലിന്റെ മേശ ഞാനും മേടിക്കരുത് മരത്തിന്റെ മേടിക്കണ്ട നല്ല ഗ്രാനൈറ്റ് ഒട്ടിച്ച ചില്ല നമ്മൾ ആ കാശ് നോക്കണ്ട ചില്ല് പൊട്ടും ഗ്രാനൈറ്റ് പൊട്ടില്ല കാലാകാലം നല്ല വൈറ്റ് ഗ്രാനൈറ്റിന്റെ എന്താ പറയാ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മളൊരു സ്ക്രാച്ചോ ഒരു തരി ഉണങ്ങിയിരിക്കുന്നുണ്ടെങ്കിലോ ഭക്ഷണമൊക്കെ ചോറൊക്കെ പെട്ടെന്ന് ബ്ലൈഡ് പിന്നെ പാടും അത് വരും നമ്മൾ വൃത്തിയിൽ പാട് വരും ചില മേശ ഭയങ്കര എനിക്ക് ചെയ്ത് കിട്ടിയ വീട്ടിൽ എങ്ങനെ ഒരു കാശ് ഞാൻ അത് മാറ്റിട്ട് അതേമാതിരി ഗ്രാനൈറ്റ് കൊണ്ടിടും അപ്പൊ ഇനി മേശ എടുക്കുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് അറിയണ കുറെ കാര്യങ്ങൾ ഇനി ചെയ്യണോ ചെയ്യണ ഗ്രാനൈറ്റിന്റെ വൈറ്റ് ഗ്രാനൈറ്റ് ബ്ലാക്കിനേക്കാൾ ബ്ലാക്ക് എന്തെങ്കിലും പെട്ടെന്ന് വൈറ്റ് ഇപ്പോഴും നല്ല ക്ലീൻ ആ സോപ്പിട്ട് നന്നാക്കി നമ്മൾ പാതി മോണുണ്ട് സോപ്പിട്ട് എഴുതി തുടച്ചെടുത്ത ക്ലീൻ അതേപോലെ കിട്ടും ചില്ലിന്റെ മേശ ആരും അലമ്പായി അപ്പൊ അവള് കുഞ്ഞിനെ ഒരു ദിവസം 4 പ്രാവശ്യം ചില്ലിന്റെ മേശ സോപ്പ് ഇട്ടിട്ട് തുടയ്ക്കാനുണ്ടാവും തൊടാതെ സോപ്പിട്ട് എഴുതിയും 4 പ്രാവശ്യം തുടച്ച് അങ്ങനെ അപ്പൊ കുഞ്ഞ് പണിയെടുക്കില്ല പറയണ്ട അപ്പൊ പൊന്നിന് പുലർച്ചെ വർക്കലാണ് പൊന്നു ഇപ്പൊ 4 മണി വിളിച്ച് പൊന്നു അപ്പൊ അവര് കിടന്നു അപ്പൊ കുഞ്ഞ് എന്റെ കൂടെ നിന്ന് ഗ്യാസറപ്പ് വേറെ പിടിക്കാനൊക്കെ അത് പറഞ്ഞല്ലോ അടിച്ചവരും മേശത്തേക്കൊക്കെ കളു ചെയ്തു ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തോളൂ പിന്നെ പാത്രത്തിന് നാളെ പണിക്കാവണ്ട അപ്പൊ നമുക്ക് പണിയോട് കഴിയുമ്പോൾ എന്ത് കിടന്നാലും ശരിയല്ല നാളെ പറമ്പിലൊക്കെ പണിക്കുക അപ്പൊ ഏകദേശം കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ നേരത്തെ വെള്ളപ്പണ്ടാക്കാറുള്ളൂ അപ്പൊ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഞാൻ ചെയ്യുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൊറേ സാധനങ്ങൾ മേടിക്കുക അതില് സബോള ഒന്നും മേടിച്ചിട്ടില്ല സബോള ഇല്ല തക്കാളി ഇല്ല പച്ചമുളക് അപ്പൊ അതൊക്കെ നാളെ രാവിലെ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡ് പണി ഉണ്ടെങ്കിൽ അപ്പൊ എന്തായാലും പുലർച്ചെ 3 മണി നേരമാണ് ഞങ്ങൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ എത്തുമ്പോൾ തന്നെ 12 വന്ന് ഞാൻ കൂട്ടാൻ വെച്ച് മീൻ വറുത്ത് ചോറുണ്ട് അന്ന് പാത്രമൊക്കെ കഴുകി അതിൻ്റെ ഞങ്ങളുടെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ കുണുക്കന്നെങ്കില്ല ചോറാണ് ഞാൻ ചോറുണ്ടായിരിക്കണം അവിടെ ഒരു ചോറാണ് 1/2 മണിക്കൂറാണ് കുണുക്കന് ചോറാണ് ഒരു ഉരുളത്തിന് അടുത്ത ഉരുളത്തിനായി അങ്ങനെ 1/2 മണിക്കൂർ കുണുക്കന് ചോറ് ഇട്ട് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞത് കണ്ണൊക്കെ അതിങ്ങനെ
മരുന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ കഴിച്ച് രണ്ട് നേരം ഇൻസുലിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതൊക്കെ ചെയ്ത് എപ്പോൾ അങ്ങനെ ഏകദേശം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത്. ഞാൻ കുറേ നാളായിട്ട് പറയാറില്ല, ഞാൻ ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ചെയ്തു കേട്ടോ. ഓട്ടെ, ബൈ.